നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാര്യയുടെ കൊലപാതകം FBI-യുടെ 10 പിടികിട്ടാപ്പുള്ളികളിൽ ഇന്ത്യക്കാരനും എത്തി നിൽക്കുകയാണ്. 2015 മേരിലാൻഡിലെ ഡങ്കൻ ഡോണറ്റ്സിൽ ഭാര്യ പലക് പട്ടേലിനെ കൊലപ്പെടുത്തിയ കേസിൽ FBI അന്വേഷിക്കുന്ന 29-കാരനായ ഭദ്രേഷ് കുമാർ പട്ടേൽ ഇപ്പോഴും FBI-യുടെ 10 പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിൽ തുടരുകയാണ്. ഗുജറാത്ത് സ്വദേശിയായ ഭദ്രേഷ് കുമാർ ചേതൻ ഭായ് പട്ടേൽ 21-കാരിയായ ഭാര്യയോടൊപ്പം US-ൽ യാത്ര ചെയ്യുകയായിരുന്നു. കൊലപാതകം നടക്കുമ്പോൾ ഇരുവരും മെരിലാൻഡിലെ ഹാനോവറിലുള്ള പട്ടേലിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഡോണറ്റ് ഷോപ്പിൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്ന് FBI റിപ്പോർട്ട് ചെയ്യുന്നു. 2015 ഏപ്രിൽ 12 അർദ്ധരാത്രി തൊട്ടുമുമ്പ് ഉപഭോക്താക്കൾ കടയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് പട്ടേൽ തന്റെ ഭാര്യ പലക് പട്ടേലിനെ കടയുടെ പിൻഭാഗത്ത് വെച്ച് പലതവണ കുത്തിക്കൊലപ്പെടുത്തിയത്. പലക് പട്ടേൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. പലക്കിന്റെ വിസ കാലാവധി 1 മാസം മുമ്പ് കാലഹരണപ്പെട്ടതായിരുന്നു കാരണം. എന്നാൽ ഭർത്താവ് ഭദ്രേഷ് കുമാർ ഈ ആശയത്തിന് എതിരായിരുന്നു താനും. അങ്ങനെ അവൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്താൽ അവൻ അപമാനിക്കപ്പെടുമെന്ന് കരുതിയിരിക്കാം. FBI-യുടെ ബാൽട്ടിമോർ ഡിവിഷനിൽ നിന്ന് കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഏജന്റ് ജോനാഥൻ ഷാഫർ നേരത്തെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഉദ്ദേശവും വ്യക്തമല്ലെങ്കിലും പട്ടേൽ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നോ എന്നറിയാൻ ഒരു മാർഗവുമില്ലെങ്കിലും കുറ്റകൃത്യത്തിന് ശേഷം അയാളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനും പ്രദേശത്തു നിന്ന് പലായനം ചെയ്യാനും അയാൾ മുൻകൂട്ടി പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതായി തോന്നുന്നുണ്ട് എന്ന് ഷാഫർ അഭിപ്രായപ്പെട്ടു. കൊലപാതകത്തിന് ശേഷം കടയിൽ പ്രവേശിച്ച ഒരു ഉപഭോക്താവിന് തന്റെ ഓർഡർ എടുക്കാൻ ആരും വരാത്തത് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി സമീപത്തെ ആൻ അരുണ്ടൽ കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിലാണ് സ്ഥാപനത്തിന്റെ പുറകുവശത്ത് പലക്കിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വളരെ ക്രൂരവും ഭയാനകവുമാണ് അയാൾ ആ യുവതിയോട് ചെയ്തത് എന്നും ഷാഫർ പറഞ്ഞു. പട്ടേൽ ഒളിച്ചോടി പോകാൻ സാധ്യതയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയ ലോക്കൽ പോലീസ് FBI-യുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അതനുസരിച്ച് കൊലപാതകം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം പട്ടേലിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഭാര്യയുടെ കൊലപാതക കുറ്റവും ചുമത്തിയിട്ടുണ്ട്. പട്ടേൽ അമേരിക്കയിൽ തന്നെ പലയിടങ്ങളിലുമുള്ള ബന്ധുക്കളോടൊപ്പം ഉണ്ടാകാം, അല്ലെങ്കിൽ കാനഡയിലേക്ക് കടന്നു കളഞ്ഞതാകാനും സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. അതുമല്ലെങ്കിൽ കാനഡയിലൂടെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതാകാനുമുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഏതായാലും ഞങ്ങളുടെ അന്വേഷണം എല്ലാ വഴിക്കും നീങ്ങുന്നുണ്ട് എന്നും ഷാഫർ പറയുകയുണ്ടായി. പട്ടേലിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $1 ലക്ഷം പ്രതിഫലമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പട്ടേലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇതിനകം എന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരാൻ വിമുഖത കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തുക പ്രോത്സാഹിപ്പിക്കപ്പെടും, അദ്ദേഹം പറയുകയുണ്ടായി. സായുധനും അപകടകാരിയുമായി കണക്കാക്കേണ്ട പട്ടേലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വിവരം നിങ്ങളുടെ പ്രാദേശിക FBI ഓഫീസിലോ അടുത്തുള്ള US എംബസിയിലോ കൗൺസിലേറ്റിലോ അറിയിക്കണം. അതുമല്ലെങ്കിൽ FBI-യുടെ വെബ്സൈറ്റിൽ ഒരു സൂചന നൽകിയാലും മതി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.